അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ ആഫാത്തുൽ ലിസാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഫാത്തുൽ ലിസാനിലെ ഗീബത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15ാമത്തെ ആഫത്ത് അല്ലേ? ഗീബത്ത് എന്താണെന്നും അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിരുന്നത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ബയാനുമ യുറഖസു ഫിൽ ഗീബത്തിയാണ്. 160 പേജ്. ഈ ഗീബത്തിൻ്റെ കാര്യത്തിൽ ഇളവ് നൽകപ്പെടുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ ഗീബത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനെക്കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയലാണെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഈ ഇഷ്ടപ്പെടാത്ത കാര്യം പറയുക എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ജീവിതത്തിൽ ചിലപ്പം ചിലവരെപ്പറ്റി ഇഷ്ടപ്പെടാത്ത കാര്യം പറയേണ്ടി വരും. അത് പറയൽ നിർബന്ധമാകുന്ന സ്ഥലം ഉണ്ടാവും, ജായിസാകുന്ന സ്ഥലം ഉണ്ടാവും, സുന്നത്താകുന്ന സ്ഥലം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ കൂടി പറയുമ്പോഴേ ഇത് പൂർണ്ണമാവുള്ളൂ. കാരണം ഗീബത്ത് എന്ന് നമ്മൾ പറഞ്ഞത് ഒരാളെക്കുറിച്ച് അവനിഷ്ടമില്ലാത്തത് നമ്മുടെ വാക്കാകാം, നമ്മുടെ സൂചന ആംഗ്യം കാണിക്കലാവാം, എഴുതലാവാം, ഇങ്ങനെ പല നിലക്കും എന്ത് ചെയ്യും ഗീബത്ത് വരും. അത് അയാളെക്കുറിച്ച്, അയാളെ വാഹനത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, അയാളെ മക്കളെക്കുറിച്ച്, അയാളെ വീടിനെക്കുറിച്ച്, ഇങ്ങനെ എല്ലാ സംഗതികളും എന്ത് ചെയ്യും ഗീബത്തിൻ്റെ പരിധിയിൽപ്പെടും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി അതിൽ ഇളവുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയാൻ പോണത്. ബയാനുമാ യുർഖസു ഫിൽ ഗീബത്തി വദാലിക, അത് അൻ യകൂന ലഹു ഗറദുൻ സഹീഹുൻ ഫി ശർഇ, ശർഇയായ ശരിയായ ആവശ്യമുണ്ടാവുക. അതാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള മാനദണ്ഡം. ഒരു ദീനിയായ ആവശ്യം നമുക്ക് വേണം ആ ഗീബത്ത് പറയാം. ഒരാളെക്കുറിച്ച് നമുക്ക് പറയാൻ ദീനിയായ ഒരു ആവശ്യമാണ്, അത് ശരിയായ ദീനിയായ ആവശ്യമാണ്. ഔദാലിക്ക സിത്തത്ത് വശിയ 6 സമയങ്ങളാണത്. 6 സാഹചര്യങ്ങളാണ് ദീനിയായ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. 1 അത്തവല്ലുമു, ലുൽമിനെക്കുറിച്ച് പരാതി പറയുക. നമ്മളൊരാൾ ലുൽമ് ചെയ്താൽ, ആക്രമിച്ചാൽ, അനീതി നമ്മളോട് ചെയ്താൽ നമുക്കതിന് പരാതി പറയേണ്ടി വരും. ആരോട്? പരാതി പറയാൻ പറ്റിയ ആൾക്കാരോട്, ഖാദിനോട്, നമ്മളിപ്പോൾ കോടതിയിൽ പോലീസുകാരോട് ഇതൊക്കെ പറയേണ്ടി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരാൾ എന്തെങ്കിലും ചെയ്തു, നമ്മളിതിപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയാണ്, ശരിക്കും ഗീബത്താണല്ലോ. കാരണം ആ വ്യക്തിക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ലല്ലോ അവനെക്കുറിച്ചൊരു പരാതി കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇവൻ വേറെന്താ ചെയ്യണത്? ഇവൻ നിയമപരമായിട്ടുള്ളൊരു കാര്യം ചെയ്യാണ്. ഇവൻ അനുഭവിക്കുന്ന അനീതിയിൽ നിന്ന്, ദുൽമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇന്നയാൾ എന്നെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ആളോട് പോയിട്ട് പരാതി പറയണം. അപ്പോൾ ഖാദിയോട് പറയണം, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസിനോട് പറയാം, കോടതി കേസ് കൊടുക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ തൻ്റെ അടുക്കൽ സത്യവും നീതിയും വേണം എന്ന് മാത്രം. അതക്കമൻ തവല്ലമ, ഒരാൾ ദുൽമിനെക്കുറിച്ച് പരാതി പറയും പോലെ, മിൻ ഖാദിൻ, ഒരു ഖാദിയോട് എന്തൊക്കെ പരാതി പറയാ? ദുൽമഹു, തന്നോടുള്ള ദുൽമിനെ, ഔ അഖദ റിശ്വത്തി മിൻഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ആരോ കൈക്കൂലി വാങ്ങി, അല്ലെങ്കിൽ ഗൈറുഹു, ഇങ്ങനെ മറ്റെന്തെങ്കിലും സംഗതികൾ. ഇപ്പോൾ ഒരാൾ തമ്മിൽ നിന്ന് കൈക്കൂലി വാങ്ങുക, നമ്മളെന്താ കാട്ടണത്? ആരുടെ പരാതി പറയണത്? നമ്മളിപ്പം ഖാദിയോട് പോയിട്ട് ഇയാളിൻ്റെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് പറയാൽ ആ വ്യക്തിക്ക് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമില്ലാത്ത പറയലൊക്കെ ഗീബത്തുമാണ്. അപ്പോൾ ഇതിന്ന് ഒഴിവാണ്. അപ്പം നമ്മൾ വിധേയപ്പെട്ട ഒരു ദുൽമ്, ആ ദുൽമിൻ്റെ കാര്യത്തിൽ നമ്മൾ പരാതി പറയുക, പ്രശ്നപരിഹാരത്തിന് വേണ്ടി പരാതി പറയുക എന്നത് ബഹുവ ജായിസുൻ മന്ദൂബുൻ ഇലൈഹി, അത് ജായിസാണ്, മാത്രമല്ല സുന്നത്ത് കൂടിയാണ്. കാരണം അങ്ങനെ ആരും ചെയ്യാതിരുന്നാൽ പിന്നെ അവനതൊരു വഴിയായി മാറൂല, എല്ലാവരെയും ആക്രമിക്കാനും അനീതി ചെയ്യാനുമൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ നിന്ന് സമൂഹത്തിൻ്റെ രക്ഷ വേണം, നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അർത്ഥം. അതാണ് ആ കാര്യത്തിലുള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, താൻ ഈ പരാതി പറയുന്നതും മറ്റുമൊക്കെ എനിക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയായിരിക്കണം, മറ്റവനെ മോശമാക്കാൻ വേണ്ടി ആവരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശറഇന് ഇത്തരം ശ്രദ്ധകളുണ്ടാവും ഈ കാര്യത്തിലൊക്കെ. ഇപ്പോൾ ആ കുറ്റവാളിയെ മോശമാക്കുക, അവനെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുക, ഇതാവരുത് നമ്മളെ പരാതിൻ്റെ ലക്ഷ്യം. പലപ്പോഴും നമ്മൾ പുതിയ കാലത്ത് ആളുകളെക്കുറിച്ച് കേസ് കൊടുക്കണമെന്ന്, പരാതി കൊടുക്കണമൊക്കെ ഓനെന്ന് കൊടുക്കണം, ഓനെന്ന് ശരിയാക്കണമെന്ന്, അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഒരു വിഷയം വന്നാൽ ഓനിട്ട് പണി കൊടുക്കണം എന്നാണ് പറയാം. ഓനിട്ടൊരു പണി കൊടുക്കണം. ആ ലക്ഷ്യം ശരിയല്ല. നമ്മൾ പരാതിപ്പെടുന്നത് മറ്റൊക്കെ നമ്മുടെ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അഥവാ നമുക്ക് അവൻ്റെ ഒരു ദുൽമുണ്ട്, പ്രയാസമുണ്ട്, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം. ഓൻ കുടുങ്ങാനും ഓന് ശിക്ഷ വാങ്ങാനും അതൊന്നുമല്ല. ഈ ലക്ഷ്യമായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം,
അൽ ഇസ്തിആനത്തു അലാ തഗ്യീരിൽ മുൻകർ, ഒരു തെറ്റായ കാര്യത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി സഹായം തേടുക. നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, ഇവനത് അറിയും, പക്ഷെ ഓനെ ഒന്ന് പിന്തിരിപ്പിക്കണം, അത് ഒറ്റക്കോന് കഴിയില്ല, ഒരാളെ സഹായം കൂടി വേണം. അപ്പോൾ നമ്മളൊരാളോട് പോയി പറയണ്ടേ, ഇന്ന ആൾ ഇന്ന പ്രശ്നം ചെയ്യുന്നുണ്ട്, ഇന്നൊരു വിഷയമുണ്ട്, നമുക്കാവുന്ന ഓനൊന്ന് ശരിയാക്കണം പറഞ്ഞിട്ട്. ഇതിപ്പോൾ വേറൊരാളോട് പോയി പറയണത് ഈ വ്യക്തി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, പക്ഷെ നല്ല ഉദ്ദേശത്തിനാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കണം, ഈ തെറ്റ് ചെയ്യുന്ന ആളെ മോശമാക്കാനല്ല ഈ പറയുന്നത്, ഇവനെ നന്നാക്കാൻ വേണ്ടിയാണ്. ഒറ്റക്കൊരാൾക്ക് ഒരാളെ പറഞ്ഞ് നന്നാക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല, ആരോടും പറയണ്ട. നമ്മളിപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു, മുണ്ടണ്ട ആരോടും, നമുക്ക് സ്വന്തം അവനുമായി സംസാരിച്ച വിഷയം തീർക്കാം. ഇതൊക്കെയാണ് ദീനിൻ്റെ രീതി. അല്ല, നമുക്ക് ഒറ്റക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരാളെ സഹായം വേണം. അപ്പോൾ ഒരാളെ സഹായം തേടുമ്പോൾ അയാളോട് പോയിട്ട് പറയേണ്ടി വരുമല്ലോ, വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് ജായിസാണ് ആ പറയൽ. വറദ്ദിൽ ആസീല സലാഹി, തെറ്റ് ചെയ്യുന്നയാളെ നന്മയിലേക്ക് മടക്കി കൊണ്ടുവരാൻ. അപ്പോൾ ഉദ്ദേശം അതായിരിക്കും, അവനെ നന്നാക്കുക എന്നുള്ളവർക്ക് ഉദ്ദേശം ഓനെ സമൂഹത്തിൽ മോശക്കാരനാക്കുക എന്നുള്ളതാവില്ല. മൂന്നാമത്തെ ഒരു സമയം അൽ ഇസ്തിഫ്താവ്, ഫത്വ ചോദിക്കുക. നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ഒരു മുഫ്തിയോട് ഫത്വ ചോദിക്കുകയാണ്. അപ്പം ഉണ്ടായ സംഭവം പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നമ്മളൊരു നിയമോപദേശം തേടുകയാണ്, ഒരു ദീനിയായിട്ട് നിയമോപദേശമാണ് ഇസ്തിഫ്താവ്, ഫത്വ ചോദിക്കുക എന്ന് പറഞ്ഞത്. സാധാരണ നമ്മളൊക്കെ നാട്ടിൽ നിയമോപദേശം തേടുകയെന്ന് പറയല്ലോ. അപ്പോൾ അവിടെ വിഷയം പറയേണ്ടി വരും. എങ്ങനെ, ഇപ്പം യഖൂലവൻ പറയും ലലമനി അബി, എൻ്റെ ബാപ്പ എന്നെ ആക്രമിച്ചു, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എന്നെ ആക്രമിച്ചു, ഫീ കഥ ഫകൈഫ സബീലു ഇലൽ ഖലാസ്, ഫകൈഫ സബീലു ഇലൽ ഖലാസ്, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്. ഇതൊരു വിഷയം, ഒരു മസ്അല ചോദിക്കലാണ്, ഒരു നിയമപരമായ വഴി അന്വേഷിക്കലാണ്. അപ്പോൾ ഒരാളോട് പോയിട്ട്, ഒരു മുഫ്തിയോട് പോയിട്ട്, ഒരു മൂല്യരോട് പോയിട്ട് ഫത്വ വയ്ക്കുകയാണ്. ഫത്വ വയ്ക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി കുടുംബത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ, അപ്പോൾ പ്രശ്നം എന്താ പറയേണ്ടി വരില്ലേ, മസാല പറയണമെങ്കിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഇവനെന്താ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്, എനിക്കതിൻ്റെ ഹുക്കുമ മനസ്സിലാവണം, അല്ലാതെ ഓനെ മോശമാക്കലാണോ അല്ല. ഇങ്ങനെ എന്നാൽ ഒത്താരിയു ഫീ മിത്ലി ഹാദ അസ്ലമു, ഇത്തരം ഘട്ടങ്ങളിൽ താരീലായി പറയല ഏറ്റവും നല്ലത്. താരീൽ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചുകൊണ്ട് പറയാം, നേരെ സ്വരീഹൻ വ്യക്തമായി പറയാതെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം. ഇപ്പം ഒരാളിപ്പോൾ നമ്മളെ എന്തെങ്കിലും കാര്യപ്പെട്ട ദുൽമ ചെയ്തു, അല്ലെങ്കിൽ ഒരു സങ്കീർണമായ വിഷയം ചെയ്തു, നിയമപരമായ സങ്കീർണതയുള്ള വിഷയം. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലൊരു മസാല കിട്ടണം. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ നിയമമാണെങ്കിൽ ഒരു അഡ്വക്കറ്റിനോട് പോയിട്ട് നിയമോപദേശം തേടുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വ്യക്തിയെ ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അത് അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ആളെ പറയാതെ ഒരാൾ ഇങ്ങനെ പറയാം, ഒരാൾ ഇന്നെങ്ങനെ ചെയ്താൽ, അങ്ങനെ ഞാൻ അവനോട് ഇന്ന നിൽക്കും ചെയ്താൽ അങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചോദിച്ചാൽ മതിയല്ലോ. ആളെ പറയണ്ട, ആളെ പറയണതിന് കുഴപ്പമൊന്നുമില്ല ഇസ്തിഫ്താവിന് വേണ്ടി. പക്ഷെ നല്ല എന്താണ്, അവിടെയും സൂചനയാക്കിയിട്ട് സൂചനാപദങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പറയാം, കാര്യം നടന്നാൽ മതിയല്ലോ. നോക്ക് ഈ സറായി എത്രത്തോളമാണ് ഇത്തരം വിഷയമൊക്കെ ശ്രദ്ധിക്കുന്നത് എന്ന് നമ്മൾ ഇതിൽ കൂടെയൊക്കെ ഒന്ന് വായിച്ചെടുക്കണം. പിന്നെ നാലാമത്തെ ഒരു സാഹചര്യം തഹദീറുൽ മുസ്ലിമീൻ മിന ശർ, മുസ്ലിമീങ്ങളെ പേടിപ്പിക്കുക ഷെറിൻ്റെ കാര്യത്തിൽ. മുസ്ലിമീങ്ങളെ ചില കാര്യത്തിൽ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗീബത്ത് പറയേണ്ടി വരും. ഇപ്പോൾ ഒരാൾ വളരെ മോശപ്പെട്ട ആളാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാരോട് പറയാണ്, ഓൻ ഇനിയും കുഴപ്പമുള്ള ആളാണ്, എന്തിനത് പറയണത്, ഓൻ്റെ പിന്നാലെ കൂടാൻ നിൽക്കണ്ടെന്ന് ആൾക്കാർക്ക് വിവരം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓൻ്റെ പിന്നാലെ കൂടിയിട്ട് നമ്മൾ കേടുവരണ്ട എന്ന നല്ല ഉദ്ദേശത്തിന് മുസ്ലിമീങ്ങളെ തഹദീർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരാളെ പറ്റി ഗീബത്ത് പറയാം. പക്ഷേ ലക്ഷ്യം വളരെ പ്രധാനമാണ്, ആളുകളെ പിന്നെ നന്നാക്കുക, ആളുകൾ ഒഴിവാക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാവണം. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മറ്റവനെ ശരിയാക്കുക, ഓനെ മോശമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതൊക്കെ പൊരുത്തപ്പെടും. അത് തനിച്ച ഗീബത്തായിട്ട്, ഹറാമായ ഗീബത്തായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പം ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തഹദീറുന്നാസ് ഉണ്ട്. ഇപ്പം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദ്കുരിൽ ഫാജിറ ബിമാ ഫീഹി മിൻ മസാവിഹി യുഹദ്ദിറുഹുന്നാസ്, അല്ലേ. വദ്കുരിൽ ഫാജിറ, ഫാജിറിനെ കുറിച്ച് നീ പറയുക, ബിമാ ഫീഹി, അവനിലുള്ള കാര്യം. ഇല്ലാത്ത പറയരുത് കേട്ടോ, ഇതൊന്നും ഇതിൻ്റെ കാരണങ്ങളല്ല. നമ്മൾ ഒരാളെ പറ്റി എന്തായിട്ട് പറയണം തോന്നിയാൽ പിന്നെ ഉള്ളോ ഇല്ലാത്തൊക്കെ പാട് പറയാം. ഉള്ളത് മാത്രം ഫാജിറിനെ കുറിച്ച് പറയാം. മീൻ മസാവിഹി, അവൻ്റെ തെറ്റുകളാൽ. അത് യുഹദ്ദിറുഹുന്നാസ്, അവൻ്റെ കാര്യത്തിൽ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനങ്ങളെ തഹദീർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാജിറിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് വിരോധമൊന്നുമില്ല. അതിൽപ്പെട്ടതാണ് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരാളെ പറ്റി അന്വേഷിച്ചു നമ്മളോട്, ഇപ്പം കല്യാണ ആവശ്യത്തിന് വേണ്ടിയോ
പിന്നെ അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരാളെ കൂടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കണം. അപ്പം അയാളെപ്പറ്റി 3-4 ആൾക്കാരോട് അന്വേഷിക്കാം. നേരത്തെ ബിസിനസ് നടത്തിയ ആൾക്കാരെ കൊണ്ടും തമ്മിൽ സാമ്പത്തികമായിട്ടോ മറ്റോ ഇടപാടെടുത്ത ആൾക്കാരോട് കൊണ്ട് നമ്മൾ അന്വേഷിക്കും. ഈ സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ ശറയിൽ വാജിബായ കാര്യമാണ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ്. അതെന്തിനാന്ന് വെച്ചാൽ മറ്റൊന്നും മോശമാക്കാനല്ല. അവിടെ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കുള്ള നസീഹത്ത്, ഒരു മുസ്ലിമായ മനുഷ്യനോട് കാണിക്കേണ്ട നസീഹത്ത്, അവന് ഇന്ന വിഷയങ്ങൾ ഉള്ളതുപോലെ പറയാം, ഇല്ലാത്തൊന്നും പറയരുത്. പിന്നെ ആളങ്ങനെ ഇടങ്ങേറാക്കണ ഒരു മുൾമിനെ നിർത്തണ വർത്താനൊന്നും പറയരുത്. ഇപ്പം നമുക്കുണ്ട് ചില കാര്യത്തിൽ, ഇപ്പോൾ വിവാഹത്തിനൊക്കെ അന്വേഷിച്ചാൽ ഒരാൾ വലിയ പല കുറച്ചുകൂടെ ഒന്ന് അന്വേഷിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞേക്കും. എന്നിട്ട് ഈ ആളെന്ത് ചെയ്യുക? ബേജാറായി ഇങ്ങനെ നിൽക്കുക. എന്താ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറേ ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ മുണുങ്ങി സംസാരിക്കും. നല്ലോണം ഒന്ന് അന്വേഷിച്ചാൽ കേട്ടോ എന്നാ പറയാം. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ വെറുതെ കല്യാണമൊക്കെ ആണ് കേട്ടോ ഒന്ന് അന്വേഷിച്ചാൽ എന്ന് പറഞ്ഞിട്ടാൽ ഇയാൾ പിന്നെ കുടുങ്ങിയില്ലേ. അങ്ങനെ ഒന്നും ഒരാളോട് പറയരുത്. ഉള്ള കാര്യം തുറന്നാടെ പറയാം. ഒന്നും അറിയാവനെ പറ്റി, എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയാം. അതായത് സത്യസന്ധമായിട്ട് ആ വിഷയങ്ങളെ സമീപിക്കുക, സംസാരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ മുഖമുദ്രയായിട്ട് മാറണം. അതില്ലാതാവുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ നസീഹത്ത് ചോദിക്കുന്ന ആളുകളോട് നസീഹത്ത് എന്നുള്ള നിലക്ക്, ഗുണകാംക്ഷ എന്നുള്ള നിലക്ക് അത്തരം കാര്യങ്ങൾ പറയണം എന്നതാണ് ദീനിൻ്റെ താല്പര്യം. അഞ്ചാമത്തെ സാഹചര്യം അൽ-ഖാമിസ് അൻ യുഅരിഫ ബിസ്മിൻ, ഒരു പേര് കൊണ്ടവനെ പരിചയപ്പെടുത്തുക. ചില ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ഗീബത്ത് പറയേണ്ടി വരും നമുക്ക്. അത് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ അത് ജായിസാണ്. ഉദാഹരണം കൽ അയറജി പറഞ്ഞാൽ മുടന്തുള്ള ആൾ, കാലിന് മുടന്തുള്ള ആൾ. അതിപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുമോ? കാലിന് മുടന്ത എന്ന് വിളിക്കൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ നമ്മൾ ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് നാട്ടിൽ വന്ന് ഇങ്ങനെ അന്വേഷിക്കുക. അവിടെ ഇങ്ങനെ അബൂക്കറിൻ്റെ മകൻ മുഹമ്മദ് തറവാടൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ആളെ തിരിയില്ല, എങ്ങനെയൊക്കെ പറഞ്ഞാൽ ആര് മനസ്സിലായില്ല അറിയും. അങ്ങനെ നമ്മൾ ആ കാലിന് മുടന്തുള്ള എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മനസ്സിലായി. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആളെ മനസ്സിലാകാൻ വേണ്ടി ആ മുടന്തുള്ള ആളെന്ന് പറയേണ്ടി വന്നു. ഇത് ജായിസാണ്. ഇതിപ്പോൾ അയാളെ മോശമാക്കാനും തരാനുള്ള ഉദ്ദേശത്തിനൊന്നുമല്ല, ആളെ തിരിയാൻ വേണ്ടിയാണ്. അഹ്മഷ് കോങ്കണ്ണുള്ള ആൾ, ഫദാലിക്ക ലാ ഹർജ ഫിഹി, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അത് പരിചയപ്പെടുത്തുക എന്നുള്ള നിലക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരും. ആ അളവിൽ മാത്രം ജായിസായ കാര്യമാണത്, ശറയിൽ തെറ്റല്ല. ഇനി ആറാമത്തത് അൻ യുജാഹിറ ബിൽ ഫിസ്ഖ്, ഒരാൾ പരസ്യമായി ഫിസ്ഖ് ചെയ്യുക. പരസ്യമായി ഫിസ്ഖ് ചെയ്യുന്ന ഒരാൾ, ഓനൊരു കൂസലുമില്ല, ഏത് നേരത്തും എല്ലാ തമാടത്തരും ചെയ്യും. അങ്ങനത്തെ ആളെ ദൈവത്തിനു കുഴപ്പമൊന്നുമില്ല, ജായിസാണ് എന്നർത്ഥം. അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല. പക്ഷേ അത് തെറ്റായ കാര്യമല്ല. എപ്പോഴും ഒരു തെറ്റ് ആൾക്കാരുടെ അങ്ങനെ എല്ലാ തോന്നിയാസം ചെയ്യുന്ന ഒരാൾ, അത് അൻ യുജാഹിറ ബിൽ ഫിസ്ഖ്. കൽ മുഖന്നിസിനെ പോലെ. മുഖന്നിസ് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന ആൾ. ഒരാണാണ്, ഏത് നേരത്തും ഉണ്ടാവും പെണ്ണുങ്ങളുടെ ഇടയിൽ അങ്ങനെ നടക്കുന്നു. ഓരുടെ ഇങ്ങനെ പറയാം, ഒരു കല്യാണത്തിന് എന്നാൽ ഉണ്ടാവും പെണ്ണുങ്ങളുടെ ഇടയിൽ, വല്ല സൽക്കാരത്തിന് ചെന്നാൽ അവിടെ ഉണ്ടാവും, ബസ് കയറിയാൽ പെണ്ണുങ്ങളെ സീറ്റിൻ്റെ അടുത്ത് വിട്ടേ ഇരിക്കുള്ളൂ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ കാത്തുക്കുന്നവിടെ അവിടെ പോയിട്ട് ഇങ്ങനെ നടക്കും. ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ, അതാണ് ഈ മുഖന്നിസ് എന്ന് പറഞ്ഞത്. അതുപോലെ സാഹിബുൽ മാഹൂർ. ഇപ്പം നമ്മൾ മുഖന്നിസ് പറഞ്ഞു സാഹിബുൽ മാഹൂർ. ഈ മാഹൂർ എന്ന് പറഞ്ഞാൽ ഒരു ഫാസിഖ്യങ്ങളുടെ സദസ്സ്, ഈ തെമ്മാടികൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്, അത്തരം സദസ്സ് നടത്തുന്ന ആളുകൾ നടത്തും. അങ്ങനെ പരസ്യമായിട്ട് അത്തരം കാര്യങ്ങൾ. മുജാഹിർ ബിഷുർബിൽ ഖംർ, പരസ്യമായി കള്ളുടിക്കുന്ന ആൾ. അപ്പോൾ ഇങ്ങനെ ഫിസ്ഖ് ചെയ്യുന്നത് കൊണ്ട് ഒരു മാനസികമായിട്ട് പ്രയാസവുമില്ലാതെ എപ്പോഴും ഫിസ്ഖ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നയാൾ, പരസ്യമായിട്ട് ഒരു ദയാദാക്ഷിണ്യവും അല്ലെങ്കിൽ മനസ്താപവും ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളുടെ കാര്യത്തിൽ ഗീബത്ത് പറയാം എന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അൽഖാ ജിൽബാബൽ ഹയാഇ മിൻ അൻ വജ്ഹിഹി ഫലാ ഗീബത ലഹു എന്നാണ്. മൻ അൽഖാ ജിൽബാബൽ ഹയാഇ, ലജ്ജയുടെ മൂടുപടം ഒരാൾ വലിച്ചെറിഞ്ഞാൽ, അൻ വജ്ഹിഹി, തൻ്റെ മുഖത്തെ തൊട്ട്. മനുഷ്യന്മാർക്ക് ഹയാ എന്നൊരു സംഗതി വേണം.
തെറ്റ് ചെയ്യാതിരിക്കുന്നത് ഹയാവ് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള ഹയാ, ലജ്ജ. നമുക്ക് ആൾക്കാരുടെ കാര്യത്തിൽ ചിലപ്പോൾ ഹയാ ഉണ്ടാവും. ആൾക്കാർ കാണും അത് മോശമല്ലേ, പടച്ചോൻ കാണും അത് മോശമല്ലേ എന്നുള്ള ലജ്ജൻ്റെ ഭാഗമാണ്. പിന്നെ മനുഷ്യന്മാർക്ക് പറ്റ ലജ്ജ കെട്ട് കഴിഞ്ഞാൽ, നാണം മനുഷ്യനില്ലാതായി കഴിഞ്ഞാൽ എന്തും ചെയ്യുമല്ലോ. ഇതാലം തസ്തഹി ഫസനമാ ഷീത്ത എന്നൊരു ഹദീസിൽ കാണാം, നാണമില്ലെങ്കിൽ നീ ഉദ്ദേശിച്ച കാര്യം ചെയ്തോ എന്ന്. അപ്പം ഒരു മനുഷ്യൻ്റെ മുഖത്ത് നിന്ന് ഹയാഇൻ്റെ കരിമ്പടം, ഹയാഇൻ്റെ മൂടുപടം ഇല്ലാതെ ഇട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫലാ ഗീബത്ത് ലഹു, അവനെ പിന്നെ ഗീബത്ത്, അവൻ്റെ കാര്യത്തിൽ പിന്നെ ഗീബത്ത് എന്നൊന്നില്ല, അവനെപ്പറ്റി പറഞ്ഞത് ഗീബത്തല്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ഗീബത്ത് പറയാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 6 സമയങ്ങൾ, 6 സാഹചര്യങ്ങൾ പറഞ്ഞു ഗീബത്ത് പറയൽ ജായിസായ സമയങ്ങൾ. അവിടെ പറയുന്ന സന്ദർഭം കൃത്യമായി നോക്കണം, അത് പറയുന്നവൻ്റെ ഉദ്ദേശവുമൊക്കെ നോക്കണം. അതനുസരിച്ച് കൊണ്ടൊക്കെ അമൽ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.